Hi, good morning all of you. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോ യെസ് ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാന് ജയദേവ്, സ്മാർട്ട് സിയുടെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഇത് വന്നിട്ടുള്ളത് നിങ്ങളുടെ അക്കാദമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയും നോൺ അക്കാദമിക് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വശങ്ങളെ സംബന്ധിച്ചിട്ടും വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഓണമൊക്കെ ആയിരുന്നു. അപ്പോ ഓണത്തിന്റെ ഒരു മൂഡിൽ നിന്ന് എല്ലാവരും ഒന്ന് സ്വിച്ച് ഓൺ ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്കിപ്പോ ഒരു കോഴ്സിന് ചേർന്നു. ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇന്ന് ആകെ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മിഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഈ കോഴ്സിന്റെ സാധ്യതകളെ സംബന്ധിച്ച്. ഞാൻ ഈ കോഴ്സിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമുക്കപ്പോ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ ബാച്ചിനകത്ത് ഉള്ളത് രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് ഡിപ്ലോമ വിദ്യാർത്ഥികളും, രണ്ട് PG വിദ്യാർത്ഥികളും. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ പഠിക്കുന്നവരുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട്. രണ്ട് കൂട്ടർക്കും ഇപ്പോ നിലവിൽ ഒരു ക്ലാസ്സിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 6 മാസം കഴിയുമ്പോൾ അവരെ PG വിഭാഗത്തിലേക്ക് മാറ്റുകയും എക്സ്ട്രാ വരുന്ന ക്ലാസ്സുകൾ നൽകുകയും ചെയ്യും. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരിക്കൽ കൂടി പറയാമോ? യെസ്, റൈറ്റ്. അപ്പോ നമ്മുടെ ക്ലാസിന്റെ ആദ്യത്തെ സെഷനാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ പറയാമോ ഏതൊക്കെ ആപ്പുകളാണ് നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടതെന്നൊന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ ഏതൊക്കെ ആപ്പുകളാണ് വേണ്ടത്? ഗൂഗിൾ മീറ്റ്, യെസ്. പിന്നെ ക്ലാസ് റൂം, ഗൂഗിൾ മീറ്റ് വേണം, ഗൂഗിൾ ക്ലാസ് റൂം വേണം, റൈറ്റ്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമുമാണ് വേണ്ടത്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകള്, PDF നോട്ടുകള്, അസൈൻമെന്റുകള്, റെക്കോർഡ് ക്ലാസ്സുകൾ എന്നിവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്പ് വേണ്ടത്. അപ്പോ രണ്ട് ആപ്പുകളാണ് വേണ്ടത്. ഒന്ന് ഗൂഗിൾ മീറ്റ്, രണ്ട് ഗൂഗിൾ ക്ലാസ് റൂം. ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ വരെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എങ്കിലും അറിയില്ലാത്ത വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം. അത്തരം ആളുകൾക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ക്ലാസ്സുകളുടെ സമയം എപ്പോഴാണ് അതൊന്ന് പറഞ്ഞേ? ക്ലാസ് തുടങ്ങുന്ന സമയം കമോൺ, ആരെങ്കിലും ഓറലായിട്ട് പറയാമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഓറലായിട്ട്? 10:30. ഓക്കെ, 10:30 മുതൽ 12:30 വരെ, എല്ലാ തിങ്കളാഴ്ച മുതലും വെള്ളിയാഴ്ച വരെ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 5 ദിവസക്കാലമായി 10:30 മുതൽ 12:30 വരെയാണ് നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ സമയം. ഓക്കെ, അതിനുശേഷം ശനിയും ഞായറും നിങ്ങൾക്ക് അവധിയായിരിക്കും. ഓക്കെ, അപ്പോ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, തിങ്കളാഴ്ച പങ്കെടുക്കാൻ സാധിച്ചില്ല, തിങ്കളാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും കിട്ടുക? ഒന്ന് പറഞ്ഞേ. കമോൺ. ട്യൂസ്ഡേ. ഓക്കെ, റൈറ്റ്, ട്യൂസ്ഡേ കിട്ടും. അപ്പോ എന്റെ ചോദ്യം, ബുധനാഴ്ചത്തെ ക്ലാസ് എപ്പോഴായിരിക്കും കിട്ടുക? ബുധനാഴ്ചത്തെ ക്ലാസ് Thursday. ഓക്കെ, അപ്പോ തിങ്കളാഴ്ച കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? തിങ്കളാഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? ഫ്രൈഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ഓക്കെ, റൈറ്റ്. പറയാം, തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക.
തിങ്കൾ മുതൽ വെള്ളി വരെ. ഏതെങ്കിലും ഒരു ദിവസം വർക്കിംഗ് ഡേ അല്ല, ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തെ ക്ലാസ് തിങ്കളാഴ്ച കിട്ടും. അതല്ല ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ് എങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലാസ് കിട്ടുന്നത് ശനിയാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ക്ലിയർ? ക്ലിയർ അല്ലേ? ഞാൻ ഇതെല്ലാം എടുത്തു പറഞ്ഞത് എന്താന്ന് വെച്ചാല് ചില കുട്ടികൾ എന്നെ വിളിക്കും ഇത് കഴിയുമ്പോഴേ, സാറേ റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ലല്ലോ എന്ത് പറഞ്ഞിട്ട് തിങ്കളാഴ്ച തന്നെ വിളി വരും. അപ്പൊ ആ വിളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, അപ്പൊ വർക്കിംഗ് ഡേയുള്ള കാര്യങ്ങൾ മനസ്സിലായി. എല്ലാ പ്രവർത്തി ദിവസങ്ങളിലുമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അത് തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും. ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് തൊട്ടടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും. തൊട്ടടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ 2-ാം തീയതി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്ലാസിന്റെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് ഇന്നാണ്. ഇന്നാണ് കിട്ടുന്നത്, 8-ാം തീയതിയാണ് കിട്ടുന്നത്. കാരണം 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നമുക്ക് ഓണം അവധിയായിരുന്നു. അപ്പോ തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ഇന്നാണ്. അതുകൊണ്ട് 2-ാം തീയതി ഉണ്ടായിട്ടുള്ള ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ലഭ്യമാകുന്ന ഈ ദിവസമായിരിക്കും. ക്ലിയർ? അപ്പോ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാനായിട്ടുള്ള സമയം എത്ര മണി മുതലാണ്? 10:30 മുതലാണല്ലോ. 10:15 നിങ്ങൾ ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന്റെ ലൈവ് ക്ലാസ് കിട്ടും. കിട്ടുമോ? ഒന്ന് പറഞ്ഞേ. കിട്ടൂല. ഓക്കെ. 10:30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. 10:04 നിങ്ങൾ കയറി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടുകയില്ല. 10:30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ. 10:30 മുതൽ 12:30 വരെയാണ്. ഈ സമയത്തിന് മുമ്പോ ഈ സമയത്തിന് ശേഷമോ ആ ലിങ്കിൽ കയറി ലൈവ് ക്ലാസ് കിട്ടുന്നില്ല എന്ന് ആരും പരാതി പറയരുത്. അങ്ങനെയുള്ള പരാതികൾ എല്ലാ ബാച്ചിൽ നിന്നും വരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. 10:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുന്നത് തൊട്ടടുത്ത പ്രവർത്തി ദിവസമായിരിക്കും. അത് റെക്കോർഡ് ക്ലാസ് ആയിട്ടായിരിക്കും കിട്ടുക. അതാത് ദിവസം തന്നെ നമുക്ക് ഈ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നൽകാനുള്ള ടെക്നിക്കൽ സംവിധാനം, സാങ്കേതിക സംവിധാനം നിലവിൽ ലഭ്യമല്ല. അതെന്താണെന്ന് വെച്ചാല് ഗൂഗിൾ മീറ്റിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ഓപ്ഷൻ ഇട്ടിട്ടാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മളുള്ള ഈ ക്ലാസ് റെക്കോർഡ് ഓപ്ഷനിലാണ്. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ മിഡ് നൈറ്റിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് എടുത്ത് കംപ്രസ് ചെയ്ത് ചുരുക്കി അതിനുശേഷം മാത്രമേ റെക്കോർഡ് ക്ലാസ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തൊട്ടടുത്ത പ്രവർത്തന ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും. ഉച്ചക്ക് 2 മണി വരെയും സമയം ഉണ്ടാകും. ചിലപ്പോൾ രാവിലെ 10:30 ചില ആളുകൾ ക്ലാസ്സിൽ കയറുന്നുണ്ടാകും റെക്കോർഡ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലപ്പോൾ കിട്ടിയത് വരില്ല. അപ്പൊ ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും തൊട്ട് തലേ ദിവസത്തെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുക. ക്ലിയർ? ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ. അടുത്തത് ഡിപ്ലോമയും PG ഡിപ്ലോമയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഡിപ്ലോമ എന്ന് പറയുന്നത് 6 മാസത്തെ കോഴ്സാണ്. എത്ര മാസത്തെ? 6 മാസത്തെ കോഴ്സാണ്. PG ഡിപ്ലോമ എന്ന് പറയുന്നത് 10 മാസത്തെ കോഴ്സാണ്. PG ഡിപ്ലോമ 10 മാസത്തെയും ഡിപ്ലോമ കോഴ്സ് 6 മാസത്തെയും ക്ലാസ്. ഡിപ്ലോമ കോഴ്സിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 ആണ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയോ അതല്ലെങ്കിൽ തത്തുല്യമായ മറ്റേതെങ്കിലും യോഗ്യതയോ ആണ്. അതൊരു എക്സെപ്ഷൻ കൂടിയാണ്. അത് ഞാൻ ക്ലാസിന്റെ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ വിശദീകരിച്ച് തരാവുന്നതാണ്. ഓക്കെ. ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ് എത്രയാണ് ഒന്ന് പറയാമോ ആരെങ്കിലും? ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ് കമോൺ. ഡിപ്ലോമ കോഴ്സ് ഫീസ് ഇല്ലേ? ഫീസ് ഉണ്ട് അല്ലേ? എത്ര രൂപയാണ്? 6000 രൂപയാണ്. ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസും തുടർന്ന് ഇങ്ങോട്ടേക്ക് 1000 രൂപ വീതം അടക്കാവുന്ന 6 മാസ തവണകളായി 6000 രൂപയും നിങ്ങൾക്ക് അടക്കാം. അങ്ങനെ ആകെ 7000 രൂപയാണ് വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ്
നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതല്ല. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിപ്പോയി, ഈ ഫണ്ട് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഫണ്ട് റീഫണ്ട് ചെയ്യാനായി സാധ്യമല്ല. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ, അഡ്മിഷൻ എടുക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ പേരിൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് 1000 രൂപ എന്ന് പറയുന്നത്. അത് ചെലവായി പോയ പൈസയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസ റീഫണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ കമ്പനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അടുത്തത് പിന്നെ വരുന്നത് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ പൈസയാണ്. ടെക്സ്റ്റ് ബുക്കിന് എത്ര രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയിലുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ഓർമ്മയിലില്ല? 1600. യെസ്, ടെക്സ്റ്റ് ബുക്കിന് 1600 രൂപയാണ് വില. ഓക്കെ, 1600 രൂപയാണ് ടെക്സ്റ്റ് ബുക്കിന്റെ വില. ഫീസ് 7000 രൂപയാണ്. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, ബാക്കി 1000 രൂപ വരുന്ന 6 മാസ തവണകളായി 7000 രൂപ. എന്നാൽ ഒരുമിച്ചാണ് നിങ്ങൾ ഫീസ് അടക്കുന്നത് എങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ 15-ാം തീയതി വരെ, 15-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ഒരുമിച്ച് ഫീസ് അടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി അടക്കേണ്ട 6000 രൂപ അടക്കേണ്ടതില്ല. പകരം 5000 രൂപ അടച്ചാൽ മതി. 1000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. 1000 രൂപ നിങ്ങൾക്ക് വൺ ടൈം പേയ്മെന്റിനുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 5000 രൂപ നിങ്ങൾ അടച്ചാൽ മതിയാണ്. അതല്ല മാസം തോറുമാണ് നിങ്ങൾ ഫീസ് അടക്കുന്നതെങ്കിൽ 1000 രൂപ വീതം 6 മാസം തവണകളായി 6000 രൂപ തന്നെ നിങ്ങൾ അടക്കേണ്ടതാണ്. ഏത് കോഴ്സിന്? ഡിപ്ലോമ കോഴ്സ്. PG കോഴ്സ് ആണെങ്കിൽ PG കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ആകെ ഫീസ് 13000 രൂപയാണ്. 13000 രൂപ 1000 രൂപ വീതം ഉള്ള 12 മാസ തവണകളായിട്ടാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടി വരുന്നത്. ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ കൂടാതെ 12000 രൂപ. പുറത്ത് കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും തരാത്ത ഒരു ഫീസിന്റെ ഒരു വലിയ ഇളവാണ് നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്നത്. ഞാൻ പറയാം സംശയങ്ങൾക്ക് എല്ലാത്തിന്റെയും മറുപടി ഞാൻ വിശദീകരിച്ചു തന്നാണ്. നിങ്ങളുടെ ഓർമ്മയിൽ പോകുന്നു എങ്കിൽ, ഓർമ്മയിൽ നിന്ന് സംശയങ്ങൾ പോകുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്തിട്ടോളൂ. അതിന് ഓരോരുത്തരുമായിട്ടുള്ള മറുപടികൾ കിട്ടുന്നതാണ്. അപ്പോ ഡിപ്ലോമ കോഴ്സിന് 7000 രൂപ ഫീസ്, PG കോഴ്സിന്റെ 13000 രൂപ ഫീസ്, അതിൽ രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞിട്ട് 6000-ഉം 12000-ഉമാണ് മാസ തവണകളായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാം. അങ്ങനെ അടക്കുമ്പോൾ 1000 രൂപ വീതം അടക്കാം. ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ ഡിപ്ലോമ കോഴ്സിന് 5000 രൂപ അടച്ചാൽ മതി. PG കോഴ്സിന് 11000 രൂപ 11,000 റുപ്പീസ് നിങ്ങൾ അടച്ചാൽ മതിയാകും. അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കോഴ്സിന് വേറെ ഫീസ് ഒന്നും കോഴ്സ് ഫീസ് ആയിട്ട് അടക്കേണ്ടതില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന് 1600 രൂപയാണ് ഡിപ്ലോമ കോഴ്സിന് വരുന്ന വില. PGക്ക് വരുന്നത് 2850 രൂപയാണ്. 2850 രൂപയാണ് ഫീസ് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും ഇതിനകത്ത് ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. സ്കിൽ കോഴ്സുകൾക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കിക്കൊണ്ട് 2024 നവംബർ മുതൽ 2024 നവംബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതുമുതൽ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആക്കിയിട്ടുള്ളതിനാല് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തവർക്ക് എക്സാം എഴുതാനായി സാധിക്കാത്ത അവസ്ഥ വരും. ഓക്കെ, ഓരോ 3 മാസം കൂടുമ്പോഴും സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻ നമ്മുടെ ഓഫീസിൽ നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ പേരിലുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ പേയ്മെന്റും ടെക്സ്റ്റ് ബുക്കിന്റെ ഡിസ്പേഴ്സലും ഇല്ല എങ്കിൽ, സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഫൈനൽ എക്സാം ലിസ്റ്റിൽ നിങ്ങളുടെ പേര് സർട്ടിഫിക്കേഷൻ കൗൺസിൽ അപ്രൂവ് ചെയ്തു തരുന്നതല്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും ഇപ്പൊ തന്നെ ഉടനടി വാങ്ങാൻ പറ്റില്ല എങ്കിലും ഈ വരുന്ന ഒരു മാസം 1.5 മാസ കാലയളവിനുള്ളിൽ നിർബന്ധമായും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിരിക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. രണ്ടാമത്തേത്, ഡിപ്ലോമ കോഴ്സിന് 4 സിലബസ് ആണ്, 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്, 4 വിഷയങ്ങൾ. ഓക്കെ, PGക്ക് 7 വിഷയങ്ങളാണുള്ളത്. ഡിപ്ലോമയ്ക്ക് 4, PGക്ക് 7 സബ്ജക്റ്റുമാണ് ഉള്ളത്. എന്നാൽ ഡിപ്ലോമയുടെയും PGയുടെയും ആദ്യത്തെ 4 സബ്ജക്റ്റ് കോമൺ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട്
PG വിദ്യാർത്ഥികളെ ഇപ്പോൾ ഡിപ്ലോമക്കാരോടൊപ്പം തന്നെയാണ് ഇരുത്തുന്നത്. ഈ 6 മാസക്കാലം കൊണ്ട് നിങ്ങൾ 4 മൊഡ്യൂളുകളാണ് നിങ്ങൾ പഠിക്കുന്നത്, 4 ഓക്കെ. ആ 4 സബ്ജക്ട് പഠിച്ചതിന് ശേഷം അപ്പോഴേക്കും ഡിപ്ലോമക്കാരുടെ ക്ലാസ് കഴിയും. അതിനുശേഷം PG വിദ്യാർത്ഥികൾക്കായി എക്സ്ട്രാ വരുന്ന 3 മൊഡ്യൂളുകൾ വേറെ PG ക്ലാസ്സിലോട്ട് മാറ്റി നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നതാണ്. അപ്പോ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നും, ഈ ഡിപ്ലോമ വിദ്യാർത്ഥികളെയും PG വിദ്യാർത്ഥികളെയും ഒരുമിച്ചാണല്ലോ ഇപ്പൊ ഇരുത്തിയിട്ടുള്ളത്. അപ്പോ PG വിദ്യാർത്ഥികൾക്കും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും ആദ്യത്തെ 4 വിഷയങ്ങൾ കോമൺ ആയതിന്റെ പേരിലാണ് ഇപ്പോ അങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു പോകുന്നത്. തുടർന്ന് ക്ലാസ്സുകൾ 6 മാസം കഴിയുന്ന പുറത്ത് മാറ്റുന്നതാണ്. ക്ലിയർ? ആദ്യത്തെ 3 മാസം കൊണ്ട് മൊഡ്യൂൾ 1ഉം 2ഉം പൂർത്തിയാക്കുന്നതാണ്. അതാണ് നമ്മുടെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ആ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ആ മൊഡ്യൂൾ എക്സാം കഴിഞ്ഞതിന് ശേഷം 3ഉം 4ഉം കഴിയുമ്പോഴായിരിക്കും പിന്നെ അടുത്ത എക്സാം ഉണ്ടായിരിക്കുക. എക്സാം എല്ലാവരും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് PG ആണെങ്കിലും പിന്നെ നമ്മുടെ ഡിപ്ലോമ ആണെങ്കിലും നിങ്ങൾക്ക് തൊഴിലിടത്തിലിരുന്നോ വീട്ടിലിരുന്നോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് എക്സാം ഓൺലൈനായി തന്നെ അറ്റൻഡ് ചെയ്യാനായി സാധിക്കും. ഒരാളും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വേറെ എവിടെയെങ്കിലും വരേണ്ടതില്ല. എക്സാം നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ. എക്സാമിന് ഒരു ഫീസ് ഉണ്ട്. എക്സാം ഫീസ് എന്ന് പറയുന്നത് 1500 രൂപയാണ് ഡിപ്ലോമയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത്. PGയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1600 രൂപയാണ്. 1500 രൂപ ഡിപ്ലോമയുടെ എക്സാം ഫീസ്, PGക്ക് 1600 രൂപയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ ഫണ്ടായിട്ട് പറഞ്ഞു പോകാണ്, കാരണം നിങ്ങളുടെ ക്ലാസ് ആരംഭിച്ചത് 10:30 മണിക്കാണ്. സാധാരണ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് 2 മണിക്കൂർ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ 1 മണിക്കൂർ നിങ്ങൾ അക്കാദമിക് വിഷയങ്ങൾ എടുത്തതുകൊണ്ട് പരമാവധി 1 മണിക്കൂറിൽ തന്നെ ക്ലാസ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അടുത്തത് സർട്ടിഫിക്കറ്റുകളാണ്. സർട്ടിഫിക്കറ്റുകൾ 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്കുള്ളത്. 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്. എന്നാൽ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സുമായി അറ്റാച്ച്ഡ് ആണ്. ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആരും പ്രത്യേകമായി പണമടക്കേണ്ടതില്ല. കോഴ്സിനോടൊപ്പം തികച്ചും സൗജന്യമായി തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അത് നാഷണൽ ലെവലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിന് 6 ഫീച്ചേഴ്സ് ഉണ്ട്, 6 സവിശേഷതകളുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ നിങ്ങള് റോഡിൽ കൂടി പോകുമ്പോൾ ഒരു വശത്ത് ഒരു ചേട്ടൻ 100 രൂപക്ക് ഒരു മാങ്ങ വെക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി 50 രൂപക്ക് മാങ്ങ വെക്കുന്നു. നിങ്ങൾ അത് ഏത് മാങ്ങയായിരിക്കും വാങ്ങുക? ഒന്ന് പറഞ്ഞു. കമോ, 50 രൂപയുടെ മാങ്ങ വാങ്ങും. ഓക്കെ, കാണുമ്പോൾ ഒരേപോലെ ഇരിക്കാണ്ട് 2 മാങ്ങയും ഒരേപോലെ ഇരിക്കുന്നു. 50 രൂപയുടെ മാങ്ങ എല്ലാവരും വാങ്ങാം. ഓക്കെ, ശരി, എല്ലാവരും 50 രൂപയുടെ മാങ്ങ വാങ്ങുന്ന ആളുകളാ. റൈറ്റ്. ശരി, ഒന്ന് കേൾക്കണേ. ആസ് എ കസ്റ്റമർ, നമ്മളൊരു കസ്റ്റമറായി ഇതിന്റെ നടുക്ക് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഭിന്നമായിട്ടുള്ള ചിന്തകൾ പോകും. എന്താണ്? കാഴ്ചയിൽ ഒരേപോലെയുള്ള മാങ്ങകളാണ് അല്ലെ? പക്ഷെ ഒരു ചേട്ടൻ 50 രൂപ കൂട്ടിയിട്ട് വിൽക്കും, ഇപ്പത്തെ 50 രൂപ കുറച്ചിട്ട് വിൽക്കും. യെസ്, ക്വാളിറ്റി. അപ്പോ ആദ്യം നമുക്ക് തോന്നുക, ഈ 50 രൂപക്ക് വിൽക്കുന്ന മാങ്ങ ക്വാളിറ്റി ഉള്ള മാങ്ങയായിരിക്കോ? പുളി ഉണ്ടാവോ? മധുരം കുറവായിരിക്കോ? പഴയതായിരിക്കോ? ഈ വക തോന്നലുകൾ നമ്മുടെ മനസ്സിൽ വന്നേക്കാം. നിങ്ങൾ ശുദ്ധഗതിക്കാരായതിന്റെ പേരിൽ എല്ലാവരും 50 രൂപയുടെ മാങ്ങ നല്ല മാങ്ങ എന്ന് വിചാരിച്ചു വാങ്ങാൻ വേണ്ടി കമന്റ് ചെയ്ത ആളുകളാണല്ലോ. അപ്പൊ നിങ്ങൾ ശുദ്ധഗതിക്കാരായതിന്റെ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 50 രൂപയുടെ മാങ്ങ ക്വാളിറ്റി ഇല്ലാത്തതാകാം, പുളിയുള്ളതാകാം, പഴയതാകാം എന്നുള്ള തോന്നലുകൾ ഉണ്ടാകാം. ഓക്കെ, ഇപ്പുറത്തെ 100 രൂപയുടെ മാങ്ങ വിൽക്കുമ്പോൾ അത് രുചിയുള്ള മാങ്ങയാകാം, ക്വാളിറ്റിയുള്ള മാങ്ങയാകാം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പിന്നെ വേറൊരു തോന്നൽ വരാൻ സാധ്യത, ആ ചേട്ടൻ എന്തൊരു കുട്ടനാണ്, ഇപ്പുറത്തെ 50 രൂപക്ക് വിൽക്കുന്ന മാങ്ങ കൊള്ളലാഭത്തിന് 100 രൂപക്ക് വേണ്ടിയിട്ട് വിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നലും ഒരു പക്ഷെ നിങ്ങൾക്ക് വന്നേക്കാം. എനിക്കിപ്പോ ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
ഈ 7000 രൂപ 6000 രൂപയുടെ ഫീസ് വെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിന്റെ ഒരു പരസ്യം, അല്ലെങ്കിൽ 13,000 രൂപ 12,000 രൂപ ഫീസ് കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഒരു പരസ്യം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ആദ്യമായി കണ്ട സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായി വന്ന ചിന്ത എന്താണ്? അതൊന്ന് പറയാമോ ആരെങ്കിലും? പറഞ്ഞോ പറഞ്ഞോ. അത് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഫേക്ക് ആണെന്ന് തോന്നി, തട്ടിപ്പുകാരാണെന്ന് തോന്നി, ശരിക്കും ഉള്ളതാണെന്ന് തോന്നി അല്ലേ? ഫ്രോഡലന്റ് ആണെന്ന് തോന്നി. എന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, തട്ടിപ്പുകാരനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, ഈ തോന്നല് എല്ലാവർക്കും ഉള്ള തോന്നലാണ് ഈ തോന്നൽ. കഴിഞ്ഞ 14 വർഷക്കാലമായി സ്മാർട്ട് ശ്രീ പ്രവർത്തനം ആരംഭിച്ചത്. 14 വർഷക്കാലം. ഈ 14 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ ഓഫ്ലൈനിലാണ് ആദ്യം ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കോവിഡിന് തൊട്ട് മുമ്പായി ഞങ്ങൾക്കൊരു വെളിപാട് വന്നു. അന്ന് ഞങ്ങളും ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും വാങ്ങുന്ന അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പോസ്റ്റർ കാണുമ്പോൾ വന്നിട്ടുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ആണെന്ന്, ഫ്രോഡലന്റ് ആണെന്നൊക്കെ തോന്നും. അതല്ലെങ്കിൽ തോന്നും ഇവന്മാർക്ക് ഒരു ഉച്ചഭ്രാന്ത് ഉണ്ട്. അതല്ലെങ്കിൽ 1,25,000 രൂപക്കാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നത്, ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഏറ്റവും ചവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പോലും 35,000 രൂപക്കാണ്. 35,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ്. അങ്ങനത്തെ ഒരു സമയത്ത് അതിന്റെ 4/1 ഫീസ് PGയുടെ ആണെങ്കിൽ 10% താഴെ ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോ അത് കാണുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇത് തട്ടിപ്പാണോ എന്ന് തോന്നിയേക്കാം. നിങ്ങൾ ആരും കുറ്റം പറയൂല. ഓക്കെ, പക്ഷെ നിങ്ങൾ നിഷമിസിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ ക്ലാസ് ആരുടെയാണെന്ന് എനിക്കറിയൂല, 1 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് എന്താ തട്ടിപ്പല്ല എന്നുള്ള കാര്യത്തിന് മനസ്സിലായി. തട്ടിപ്പല്ല, നിഷമമായി. ഓക്കെ, അപ്പൊ നിഷ ടീച്ചറിന്റെ അക്കാദമിക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് കഴിഞ്ഞപ്പോ തട്ടിപ്പല്ല, ഫ്രോഡല്ല എന്ന് കണ്ടു. ഞാനിവിടെ വന്നിരുന്ന് ഒരു നറുലാവും ഇരിക്കുന്ന പുഞ്ചിരിയോട് കൂടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതും തട്ടിപ്പല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നെ അടുത്ത സംശയം വരാൻ പോകുന്നത് ഏതിലാണ്? മാങ്ങയുടെ കാര്യത്തിൽ നമുക്ക് സംശയം വരുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിലാണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഇനി നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യത ഉള്ളത് ഈ കോഴ്സിന്റെ നടത്തിപ്പ്, ടീച്ചർമാർ എങ്ങനെയാണ്, നല്ല ടീച്ചർമാരാണോ എന്നുള്ളതാണ് അടുത്ത സംശയം. അടുത്തത് സർട്ടിഫിക്കറ്റിന്റെ അപ്രൂവലാണ്. യെസ്, അതാണ് ഞാൻ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നത്. സർട്ടിഫിക്കറ്റിന്റെ അപ്രൂവലാണ്. അപ്പോ നമുക്ക് തോന്നുന്നത് 80,000 രൂപ സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ് ആണ്, തങ്കം വെച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കും. 6,000 രൂപയുടെ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ അത്രയും വാല്യൂ ഉണ്ടാവും. നമുക്ക് നമ്മളോട് തന്നെ സംശയമാണ്. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ ആ കാര്യങ്ങൾ കൂടി കേട്ടിട്ട് നിങ്ങൾ ഒന്ന് ഉചിതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. നമ്മുടെ സർട്ടിഫിക്കറ്റിന് 6 ഫീച്ചേഴ്സ് ആണുള്ളത്. നമ്മുടെ ടെലികോളേഴ്സ്, നമ്മുടെ PROമാര്, നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള പഞ്ചീഷ്മ ഉൾപ്പെടെ, സുജ ഉൾപ്പെടെ, ശാന്തി ഉൾപ്പെടെ, ശ്രീലതയും ബിന്ദു ചേച്ചിയും ഉൾപ്പെടെയുള്ള റൻസീനയും ദൃശ്യം ഉൾപ്പെടെ ഒരുപാട് PROമാര്, അവരൊക്കെയാണ് നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അവരോട് പക്ഷെ പേര് ചോദിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അവര് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, 6 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ പറയുന്നുണ്ടാന്നറിയോ? ശാന്തിക, ഞാൻ ഈ കോഴ്സിന്റെ ഫീസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് റെക്കോർഡഡ് പ്രൂഫ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടാവും. ചില വിദ്യാർത്ഥികൾ ഈ കോഴ്സൊക്കെ കഴിയുമ്പോൾ പറയും, സാർ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയാണല്ലോ എന്നൊക്കെ ഒരു പക്ഷെ പറഞ്ഞേക്കാം. അപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് വന്ന് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇട്ട് തരുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത അത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്.
മൂന്നാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് അതാണ്. നാലാമത്തേത് ISO സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആറാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ ഒട്ടനവധിയായിട്ടുള്ള വിദേശ രാഷ്ട്രങ്ങളുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. ഓക്കെ, ക്ലിയർ? നമുക്കത് ഓരോന്നും എന്താണ് എന്ന് എടുത്ത് പരിശോധിക്കും. ഇത് നാഷണൽ ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒന്നാമത്തെ നാഷണൽ ലെവലിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിൽ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേരുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? PSC രജിസ്റ്റർ ചെയ്യുന്നതാണോ? നല്ല ചോദ്യം. ഞാൻ മറുപടി പറയാട്ടോ, ലാസ്റ്റ് മറുപടി പറയാതെ അവിടെ എടുക്കേണ്ട ആ ചോദ്യം നോക്കാം. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാ ചോദ്യത്തിന്റെയും മറുപടി പറഞ്ഞ് ഈ ക്ലാസ്സിലെ അവസാന വിദ്യാർത്ഥിയുടെ അവസാന സംശയത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ വൈകിപ്പിക്കുകയുള്ളൂ കേട്ടോ. ഞാൻ ഇടയ്ക്ക് മറുപടി പറയാൻ പോയത് ഇതിന്റെ ഫ്ലോ പോകുന്നത് കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോ വേറെ ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേര് നിങ്ങൾ പറയാമോ? നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിൽ ഓർമ്മയിലുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പറയാം. BSS നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭാരത് സേവക് സമാജ് കേട്ടിട്ടില്ലേ? യെസ് ഓർ നോ? കേട്ടിട്ടുണ്ട് അല്ലെ? ഇന്ത്യക്കകത്ത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 3-4 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. അതിലൊരു സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേരാണ് BSS, ഭാരത് സേവക് സമാജ്. അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് NCVERT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ, NCVERT. മൂന്നാമത്തേത് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് നോക്കുക RSDCA, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. RSDCA എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSDCA. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആണല്ലോ. അതാണ് ഇന്ത്യക്കകത്ത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സർട്ടിഫിക്കേഷൻ കൗൺസിൽ. രണ്ട്, ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ആരെങ്കിലും ഒരാൾ പറയാമോ? ഓൺലൈൻ വെരിഫിക്കേഷൻ കമോൺ, പറയാമോ? പറയൂ, മറുപടി പറയൂ. ഇല്ല, ഓൺലൈൻ വെരിഫിക്കേഷൻ ഞാൻ പറയാം. RSDCA സർട്ടിഫിക്കറ്റിനകത്ത് 3 സവിശേഷതകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഡിജിറ്റൽ കോപ്പിയിൽ പക്ഷെ നിങ്ങൾക്ക് അത് കാണാനേ സാധിച്ചത് വരില്ല. ഓക്കെ, അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ അതിനകത്ത് ഉണ്ടാവും. രണ്ടാമത്തേത് അതിനകത്ത് ഒരു QR കോഡ് ഉണ്ടാകും. മൂന്നാമത്തേത് അതിന്റെ ഒരു സേഫ്റ്റി ബാഡ്, ഒരു ഹോളോഗ്രാം ഉണ്ടായിരിക്കും. ഇത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹോളോഗ്രാമും മറ്റും. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലിക്ക് പോയി. നിങ്ങൾ ജോലിക്ക് പോയിട്ടുള്ളത് പിന്നെ ഹരിയാനയിലാണ്, അതല്ലെങ്കിൽ മിസോറാമിലാണ്. നിങ്ങൾ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്ന എംപ്ലോയർക്ക്, തൊഴിൽദാതാവിന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പരിശോധിക്കാനായിട്ടുള്ള സംവിധാനം ആ സർട്ടിഫിക്കറ്റ് അകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നമ്മള് കടയിൽ പോയിട്ട് 6 കോഴിമുട്ട മേടിച്ചു. 6 36. നമ്മുടെ കയ്യിൽ 50ന്റെ നോട്ടാണ്. കൊടുത്തപ്പോ ആ ചേട്ടന്റെ ചില്ലറയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ കുഴപ്പമില്ല, പൈസ തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ പേ എടുത്തു, സ്കാനർ ഓൺ ചെയ്തു. ആ കടക്കാരന്റെ ഗൂഗിൾ പേയുടെ QR കോഡ് സ്കാൻ ചെയ്തു 36 രൂപ അയച്ചു ഇല്ലേ? അതുപോലെ ആ എംപ്ലോയർക്ക് ഫോൺ എടുത്ത് ഈ കോഡ് സ്കാനർ എടുത്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ഇത് നേരെ പോകുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ
അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനുള്ള സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഇതിൽ കാണുന്ന കുറച്ച് പേരുകള് അപർണ എസ് നായർ, നബീൽ, വീണമോൾ, ഗൗരി ശങ്കർ, നിങ്ങളുടെയൊക്കെ സുന്ദരമായിട്ടുള്ള ഒരു ഫോട്ടോ ആ വെബ്സൈറ്റിൽ ആ എംപ്ലോയർക്ക് അവിടെ ഇത് കാണാനായി സാധിക്കും. അതിന് ഈവൻ അമേരിക്കയോ ഓസ്ട്രേലിയയോ ആഫ്രിക്കയോ ഹരിയാനയോ ഗുജറാത്തോ തമിഴ്നാടോ എവിടെയും ആയിക്കോട്ടെ, എവിടെ ഇരുന്നു കൊണ്ടും ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കാൻ ഈ കോഴ്സിന്റെ കാലാവധി ടെനർ എത്ര നാളായിരുന്നു, ഡ്യൂറേഷൻ എത്ര നാളായിരുന്നു എന്നുള്ള കാര്യം, അതിന്റെ അക്കാദമിക് സബ്ജക്ട്സ് എന്തൊക്കെയായിരുന്നു, അതിന്റെ പഠന രീതി, അക്കാദമിക് പ്രോസസ് എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ വിശദമായിട്ട് അവർക്ക് ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആകും. മനസ്സിലായി? നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ സ്കോർ, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഇന്റർണൽ മാർക്ക്, ഇതെല്ലാം അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോ ആ എംപ്ലോയർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനിൽ കൂടി ഇത് വെരിഫൈ ചെയ്യാനായി സാധിച്ചു. അതാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള പൗരന്മാര് വിദേശത്തേക്ക് പോകുമ്പോൾ വിദേശത്തേക്ക് പഠിക്കുന്നതിനും ജോലി തേടിയൊക്കെ പോകുമല്ലോ, ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോകും. അങ്ങനെ പോകുന്ന പൗരന്മാർക്ക് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആ ഇന്ത്യൻ എംബസിയിൽ ഇതിന്റെ ആധികാരികത ഉറപ്പിച്ചു തരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലത്തെ SSLC ബുക്ക് അത് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഗവൺമെന്റ് ഓഫീസിൽ പോകില്ലേ, ഗസറ്റഡ് ഓഫീസർമാരെ കാണില്ലേ, പ്ലസ് 2 ടീച്ചർമാര്, മൃഗാശുപത്രിയിലെ ഡോക്ടർമാര്, അതല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ഒറിജിനൽ കോപ്പി കൊണ്ടുപോയി കാണിക്കും. ഒരു കോപ്പി, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ടാകും. ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കാണിക്കും. അവരത് നോക്കിയിട്ട് ട്രൂ കോപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് പച്ച മഷിയിൽ നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരും ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുന്നത്. അതുപോലെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത അറ്റസ്റ്റ് ചെയ്തു തരും. ആര് അറ്റസ്റ്റ് ചെയ്തു തരും? ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തു തരും. മനസ്സിലായി? ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ, ഇതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, +2 കഴിഞ്ഞപ്പോൾ, ഡിഗ്രി കഴിഞ്ഞപ്പോൾ, കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഈ യോഗ്യതകളൊക്കെ നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ഈ സർട്ടിഫിക്കറ്റും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷന് സാധ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCAയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, വാല്യൂവിന്റെ കാര്യത്തിൽ പക്ക സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, അടുത്തത് ഇത് കോഴ്സിനൊപ്പം തികച്ചും സൗജന്യമായി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കൂടാതെ മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉള്ളത് ഏത് സർട്ടിഫിക്കറ്റ് ആണ്? SDC കാനഡ സർട്ടിഫിക്കറ്റ് ആണ്. ഒരു കനേഡിയൻ സർട്ടിഫിക്കറ്റ് ആണ്. കനേഡിയൻ സർട്ടിഫിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചില വിദ്യാർത്ഥികളെങ്കിലും തെറ്റിദ്ധരിക്കും. എന്താണ്? കാനഡയിൽ മാത്രം പോകാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അല്ല. SDC കാനഡ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്നത് അത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. അന്തർദേശീയ തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 140-ലേറെ ലോകരാഷ്ട്രങ്ങളിലെ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് SDC കാനഡ. ഓക്കെ, അവരുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പൈസയുണ്ടോ? പൈസയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസയുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾ 1500 രൂപ എക്സ്ട്രാ അടക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ അടക്കേണ്ടതില്ല, എക്സാം സമയത്ത് അടച്ചാൽ മതിയാകും. ഇനി PG വിദ്യാർത്ഥികളാണെങ്കിൽ 1800 രൂപ അടക്കേണ്ടതുണ്ട്.
800 രൂപ അടക്കേണ്ടതുണ്ട് STC സർട്ടിഫിക്കറ്റിന്. STC സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമേ ഇല്ല. നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. നിങ്ങൾ വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്നില്ല, വീട്ടിൽ നമ്മുടെ കൊച്ചാട്ടന്റെ ഒപ്പം, നമ്മുടെ മക്കളോടൊപ്പം, അച്ഛന്റെയും അമ്മയോടൊപ്പം ഒരു ചെറിയ ജീവിതം നയിക്കാനാണ്, അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ പെരുന്നാളും ഒക്കെ കണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയാനാണ്, നമ്മുടെ നാട്ടിലെ പുഴയിൽ കുളിച്ച് വൈകുന്നേരം ഫുട്ബോളൊക്കെ കളിച്ച് അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, വിദേശത്തേക്ക് പോകുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി പോലും ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ STC സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല. എന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, തൊട്ടപ്പുറത്തെ വീട്ടിലെ ശോഷ നമ്മളോടൊപ്പം പഠിച്ചതാണ്, ഇപ്പൊ വലിയ ഗൾഫിൽ പോയി വലിയ പവറുകാരിയായി, കയ്യിൽ നിറയെ സ്വർണ്ണവല, വലിയ വീട്, വലിയ കാറ്, എനിക്കും അതുപോലെ ആകണം, വിദേശത്ത് പോയി സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താണ്, ഭാര്യ വിദേശത്താണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയേ പറ്റൂ, എനിക്ക് നാട്ടിലെ പുഴയിൽ കുളിക്കണ്ട, അമ്പലത്തിൽ ഉത്സവം കാണണ്ട, പള്ളിയിലെ പെരുന്നാൾ കൂടണ്ട, വിദേശത്ത് പോയേ പറ്റൂ. അങ്ങനെ വിദേശത്ത് പോയേ പറ്റൂ എന്നുള്ളൂ എങ്കിൽ നിശ്ചയമായും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ആ വാങ്ങുന്നതിന് ഫീസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ആ സർട്ടിഫിക്കറ്റ് ഓപ്ഷണൽ ആണ്, അതിന് ഫീസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് വാങ്ങണം എന്ന് പറയുന്നത്? നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമുള്ളെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും, വിദേശത്തിന് ജോലി കിട്ടും. പക്ഷേ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ കോഴ്സിന്റെ പ്രൊഫൈൽ ഉയർത്തുന്നതാണ്. വിദേശ രാഷ്ട്രങ്ങളിൽ ഒരു കോഴ്സിന് US സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കും. അവിടെ നമുക്കൊരു എൻട്രി കിട്ടുന്ന, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴേ ഈ 2 സർട്ടിഫിക്കറ്റ് കൂടി കാണിക്കുമ്പോഴേ, ഒരു കോഴ്സിന് തന്നെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റും കാണിക്കുമ്പോൾ നമുക്കൊരു എൻട്രി കിട്ടും. നമ്മുടെ വീട്ടിൽ നമ്മൾ ചാളക്ക് അരക്കുന്നത് പോലെയാണോ കല്യാണ വീട്ടിൽ ഡ്രസ് ചെയ്ത് പോകുന്നത്? ആണോ? അങ്ങനെയാണ് അല്ലല്ലോ. വീട്ടിൽ നമ്മൾ ക്യാഷ് പ്രൊസൈഡാക്കി എടുക്കും. പുറത്തോ എത്ര തവണ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാലും നമുക്ക് മതി വരാത്ത അത്രയും നേരം കണ്ണാടിയിൽ നോക്കി നമുക്ക് നമ്മെ ബോധ്യപ്പെട്ടതിന് ശേഷമല്ലേ തൊട്ടപ്പുറത്ത് നമ്മൾ കല്യാണം വീട്ടിൽ പോകുള്ളൂ. അതുപോലെ അപ്പൊ എന്താ കാരണം? അവിടെ നമുക്ക് ഒരു എൻട്രി കിട്ടണം. മനസ്സിലായി? എല്ലാവരുടെയും സവിശേഷമായിട്ടുള്ള ശ്രദ്ധ നമ്മിലേക്ക് വരണം. അപ്പൊ അതുപോലെ എംപ്ലോയറുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ US സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ടെങ്കിൽ സവിശേഷമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മിലേക്ക് വരും. ആ കോഴ്സ് പ്രീമിയം പ്രൊഫൈൽ കോഴ്സുകളായി വിദേശങ്ങളിൽ പരിഗണിക്കും. അതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് വിദേശത്ത് പോകേണ്ടവര് വാങ്ങണം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു സംശയം വന്നേക്കാം. ആ സംശയം ഇതാണ്, ആ സർട്ടിഫിക്കറ്റ് അപ്പോ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ വാങ്ങണോ സാറേ? എനിക്കിപ്പോ വിദേശത്തേക്ക് പോകാനായി പ്ലാൻ ഇല്ല, 1 കൊല്ലം കഴിഞ്ഞിട്ട് പോകാൻ പ്ലാനുള്ളൂ, അപ്പോ മേടിച്ചാൽ മതിയോ? അത് പോരാ. വാങ്ങുന്നെങ്കിൽ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത്, എക്സാം സമയത്ത് തന്നെ പൈസ അടച്ചു വാങ്ങണം. അതല്ല എങ്കിൽ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളുടെ കോഴ്സ് ഇന്നാണ് കഴിയുന്നതെന്ന് വിചാരിക്കുക. സെപ്റ്റംബർ 8-ാം തീയതിയാണ് കഴിയുന്നത്. സെപ്റ്റംബർ 8-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ, 8-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 8-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ RSDCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾക്ക്. സെപ്റ്റംബർ 8, 2025 എന്നാണ് ആ സർട്ടിഫിക്കറ്റിന്റെ തീയതി കിടക്കുന്നത്. നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് STC സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നത് എങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപകടം, ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 2026 സെപ്റ്റംബർ 8 എന്നുള്ള തീയതിയിലായിരിക്കും. നമ്മെ മുമ്പിൽ കൊണ്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ഒരു കോഴ്സിന് 2 സർട്ടിഫിക്കറ്റ് കൊള്ളാം, ഗുഡ്. 2ന്റെയും സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് നോക്കുമ്പോഴോ അതിൽ വലിയ ഒരു കോൺട്രഡിക്ഷൻ, വലിയൊരു വൈരുദ്ധ്യം. 1 വർഷത്തെ ഇടവേളയിലാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്നതാണ്. അതുകൊണ്ട് നിശ്ചയമായും ഈ എക്സാമിന്റെ ഫീസ് അടക്കുമ്പോൾ തന്നെ STC സർട്ടിഫിക്കറ്റിന്റെ പൈസയും അടക്കേണ്ടതാണ്. അത് ആവശ്യമുള്ള ആളുകൾ. ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്, റൈറ്റ്. അപ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, കോഴ്സിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, സിലബസിന്റെ കാര്യം പറഞ്ഞു.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തേത് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് നമ്മുടെ PROമാര് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടാകാം. അയ്യോ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് നമ്മൾ 20 മിനിറ്റ് സമയം എടുത്ത് പറഞ്ഞത്. ആ ക്ലാസ്സുകളൊന്ന് കേൾക്കൂ ചിത്ര, കേട്ടോ. അടുത്തത് നമ്മുടെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി. നമ്മുടെ PROമാര് നിങ്ങളോട് സംസാരിച്ചപ്പോൾ പ്ലേസ്മെന്റുമായി അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് പറയാം. കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടോ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയുന്നതാണ്. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PROമാര് പറഞ്ഞ ഒരു പർട്ടിക്കുലർ വേർഡ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങളൊന്ന് പറയാം. കമോൺ ഓർമ്മയില്ല? ഓട്ടെ, അത് മാറ്റി കളഞ്ഞു. അടുത്ത ചോദ്യമാണ്, നിങ്ങൾ TV-യിൽ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ചേരണമെന്ന് ഞങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ട് ആലോചിച്ച് വെച്ച ആളുകളല്ല. നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. ഫീസ് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ചേരാതിരുന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ സാഹചര്യം ഒത്തുവരാതിരുന്നത് കൊണ്ട് നിങ്ങൾ ചേർന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോ TV-യിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പരസ്യം എന്താ? പഠനം കഴിഞ്ഞാൽ ജോലി ഉറപ്പ്, 100% പ്ലേസ്മെന്റ്, ഇന്ന് തന്നെ ഫീസ് അടക്കും. ഇതാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? 80,000 രൂപക്കും 60,000 രൂപ, 80,000 രൂപക്കും 60,000 രൂപക്കും പഠിപ്പിക്കുന്ന വലിയ സ്ഥാപനങ്ങൾ ഉണ്ട്. വലിയ സ്ഥാപനം എന്ന് പറയുന്നത് അവർ പരസ്യം ചെയ്യുന്നതിന് വലുതാണ്, കുട്ടികളെ ഫീസ് വാങ്ങുന്നതിന് വലുതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരളത്തിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തേലാവട്ടെ, അവര് ചെയ്യുന്ന പരസ്യത്തിനകത്ത് അവര് പറയുന്ന ഒരു വാക്കാണ് 100% പ്ലേസ്മെന്റ്. ഞാനിവിടെ കാണുന്ന ഒരു പേര്, പിന്നെ മുനീറ, മുനീറ ആ സ്ഥാപനത്തിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാം. അവർ പറയും 6 മാസത്തെ ക്ലാസ് ആണ്, ലൈവായിട്ട് പഠിക്കാം, ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുകയും റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അപ്പോ മുനീറയെ കുറിച്ച് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? മുനീറ പറഞ്ഞു കൊടുത്ത മുനീറ എന്നുള്ള പേരറിയാം, മുനീറയുടെ ഫോൺ നമ്പർ അറിയാം. ഈ 2 കാര്യങ്ങളെ മുനീറയെ കുറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അറിയുള്ളൂ. ഓക്കെ, അടുത്ത ഡയലോഗ്, ഇപ്പൊ ഓഫർ ഉണ്ട് കേട്ടോ. ഇപ്പോ ഇന്ന് തന്നെ ഒരു 8,000 രൂപ അടച്ചോ, 8,000 രൂപ അടച്ചോളൂ, 100% പ്ലേസ്മെന്റ്. അപ്പൊ മുനീറ ആലോചിക്കുന്നതേ, സ്മാർട്ട് സിറ്റിയിൽ 1000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. ഇവിടെ 8,000 രൂപ അടച്ചാൽ 100% പ്ലേസ്മെന്റ് ആണ്. കൊള്ളാലോ. അപ്പോ എന്തായാലും ഇവിടെ 8,000 രൂപ അടച്ചു ചേരാം. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന തോന്നൽ എന്താണ്? മറ്റൊരു ഫീൽ അതൊന്ന് പറഞ്ഞാലെങ്കിൽ ഓറലായിട്ട് പറഞ്ഞു, ഓറലായിട്ട്. അപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ടേ ആരെങ്കിലും ഒരാളോ ഓറലായിട്ടൊന്ന് പറഞ്ഞേ. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറയുന്നത്. ഒരു വ്യത്യാസം തോന്നുന്നില്ല, ഒരു വ്യത്യാസമില്ല. സോറി, നോട്ടറി പഠിക്കുന്നേ. ജോലി കിട്ടും ഉറപ്പ്. 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ജോലി ഉറപ്പ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴോ ആരെങ്കിലും പറയണോ? ആയതോർന്നൊന്ന് പറഞ്ഞേ. കമോൺ, മൈക്ക് ഓൺ ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, കേക്കട്ടെ. പറഞ്ഞത് തെറ്റിപ്പോട്ടെ. ജോലി കിട്ടാൻ ഹെൽപ്പ്. യെസ്, വി ഗോട്ട് ഇറ്റ്. ചിത്ര, 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന തോന്നൽ എന്താ? ജോലി ഉറപ്പ്. ആരെ മേടിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ മേടിച്ചു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള 100% സഹായവും ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്തത്.
സ്മാർട്ട് സീൽ എന്ന് പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. അപ്പൊ മുനീറ കഥയിലാണ് പറയുന്നത്. മുനീറ ആ സ്ഥാപനത്തോട് വിളിച്ചാൽ കാണും 8,000 രൂപ അടച്ചാല് ജോലി ഉറപ്പ്. എനിക്കിവിടെ ഒറ്റ ചോദ്യമേ ചോദിക്കാം. ഓക്കെ, മുനീറയുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അവർക്ക് അറിയൂല. പോട്ടെ, മുനീറ പോട്ടെ, ആരും പോട്ടെ, എനിവ ഏത് സ്റ്റുഡന്റ് ആണെങ്കിലും അവൻ വിളിച്ചിട്ട് അവൻ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല, പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല, ഐക്യു ലെവൽ എന്താണെന്ന് അറിയില്ല, പഠന നിലവാരം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാളോട് ഫീസ് അടച്ചോ എന്ന് പറഞ്ഞ് ജോലി ഉറപ്പായി ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് പറയാറ്. അത് 100% ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ബ്ലൈൻഡ് ഓഫർ. കണ്ണടച്ച് പറയാണ്, ബ്ലൈൻഡ് ഓഫറാണത്. മുന്നും പിന്നെ ഒന്നും നോക്കണില്ല, അങ്ങനെ പറയാണ്. ഫീസ് അടച്ചോ, ജോലി ഉറപ്പാണ്. അങ്ങനെ ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരായിരിക്കണം കേരളത്തിനകത്തും പുറത്തുമുള്ള ഹോസ്പിറ്റലുകളും നടത്തേണ്ടത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി? നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാ? നിങ്ങൾ ഇന്റർവ്യൂവിൽ ചെല്ലുന്നു, ഇന്റർവ്യൂവിൽ ചെന്ന് അവിടെ നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങുന്നു, അവിടെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉള്ള ആഴത്തിലുള്ള അവഗാഹത്തെ സംബന്ധിച്ചിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടികളിലൂടെ നിങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഞങ്ങൾ അതിനൊരു തെറ്റായിട്ടുള്ള ഓഫർ തരാനായിട്ട് തയ്യാറല്ല. ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതും അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും രണ്ടും ഒന്നു തന്നെയാണ്. അവര് ചെയ്യുന്ന കാര്യം എന്താ പറയുമോ? അവരുടെ പ്ലേസ്മെന്റ് സെല്ല് ഉണ്ട്. ആ പ്ലേസ്മെന്റ് സെല്ലിൽ ഇവിടുത്തെ വിവിധ ഹോസ്പിറ്റലുകളോട് വിളിച്ചിട്ട് അവിടെയുള്ള ഒഴിവുകൾ എടുക്കും. ആ ഒഴിവുകൾ എടുത്ത് നിങ്ങൾക്ക് തരും. ഇത്രാം തീയതി ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന് മെയിൽ അയച്ചോ, ഇന്റർവ്യൂവിൽ പങ്കെടുക്കും എന്ന് പറയും. നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലും അത് തന്നെയാ പറയുന്നത്. ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നിങ്ങൾ പെർഫോം ചെയ്യണം. നിങ്ങൾ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും. അപ്പോ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തട്ടിപ്പാണ്, തെറ്റായ ഒരു ഓഫറാണ്, ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഓഫറാണ്. ഞങ്ങള് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഓഫർ പറഞ്ഞ് അഡ്മിഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല. ഓക്കെ, അപ്പോ പിന്നെ അടുത്ത വർഷം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം, പെർഫോം ചെയ്യണം. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. എന്താ വിഷയം? ഇതിൽ പഠിക്കുന്നതിൽ ഭൂരിഭാഗം പേരും വീട്ടമ്മമാരാണ്. ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൂത്തുമ്പികളെ പോലെ മാറി നടന്നിട്ടുള്ള ആളുകളാണ്, അല്ലെ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ, +2 പഠിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. ഭൂരിഭാഗം പേര് വീട്ടമ്മമാരാണ്. നമ്മളെ കോഴ്സിൽ ചേർന്നിട്ടുള്ളത് ഈ ബാച്ചിലും അങ്ങനെയാണ്. ഈ വീട്ടമ്മമാർക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളുടെ ചിറകുകൾ ഉണ്ടായിരുന്നു. പാറി നടന്ന പൂത്തുമ്പിടെ ചിറകൊക്കെ കല്യാണം കഴിഞ്ഞോടുകൂടിയിട്ട് വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞു. കല്യാണം കഴിഞ്ഞോടുകൂടിയിട്ട് ഉത്തരവാദിത്വങ്ങളുടെ വലിയ ഒരു ചുഴിക്കകത്താ വിട്ടുപോയത്. വീടിന്റെ ഇറയത്ത് നിന്ന്, സിറ്റ് ഔട്ടിൽ നിന്ന് മിറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോലും സമയമില്ലാത്ത അത്രയും, രാവിലെ എഴുന്നേറ്റാൽ രാത്രി തീരും വരെയും നടുതുവർത്താൻ പറ്റാത്ത അത്രയും പണികൾ ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിവർഗമായി ഈ വീട്ടമ്മമാര് മാറും. ഓക്കെ, അത്തരത്തിലുള്ള വീട്ടമ്മമാരാണ് ഈ കോഴ്സിനകത്ത് ചേർന്നിട്ടുള്ളത്. കുറെ ആളുകൾ പഠനമൊക്കെ കഴിഞ്ഞ് നീണ്ട കാലത്ത് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമായിരിക്കും ഒരു കോഴ്സിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. പഠിക്കാൻ പറ്റുമോ എന്ന് തന്നെ ആശങ്കയാണ്. അങ്ങനെ ആശങ്കപ്പെടുന്ന സമയത്താണ് ഇന്റർവ്യൂവിൽ പോയി പെർഫോം ചെയ്യണമെന്ന് പറയുന്നത്. എങ്ങനെ സാധിക്കും? അതിന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങള് അതിന്റെ ഭാഗമായി ഇന്റർവ്യൂ ഗ്രൂമിംഗ്, നിങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് കോൺവെക്കേഷൻ ഒക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നതാണ്. നമ്മുടെ പ്രൊഫഷണൽസ് ഉണ്ട്. ഓക്കെ, ആ പ്രൊഫഷണൽസ് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ഡ്രസ് കോഡ് എന്താണ്, ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് വാതിലിനെ മുട്ടി നടന്നു കയറേണ്ടത് എങ്ങനെയാണ്, കസേര ചെന്നിരിക്കേണ്ടത് എങ്ങനെയാണ്, കണ്ണുകൾ ഐ കോണ്ടാക്ട്, നമ്മുടെ ദൃഷ്ടി എങ്ങനെയാണ് പറയേണ്ടത്,
നമ്മുടെ മുഖം എങ്ങനെയായിരിക്കണം പിടിക്കേണ്ടത്, കൈകൾ എങ്ങനെയായിരിക്കണം കസേരയിൽ വെക്കേണ്ടത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ഈച്ച് ആൻഡ് എവരിത്തിങ് നിങ്ങൾക്ക് ഇന്റർവ്യൂ റൂമുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്. 3 രീതിയിലാണ് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ല് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള എൻക്വയറീസ് വരാറുണ്ട്. ആ എൻക്വയറീസ് വരുന്നതനുസരിച്ചുള്ള വിവരം ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. രണ്ടാമത്തേത്, നമ്മുടെ പ്ലേസ്മെന്റ് സെല്ല് വിവിധ ഹോസ്പിറ്റലുകളിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒഴിവുകൾ ഡിഗ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡിഗ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇട്ട് തരും. മൂന്നാമത്തേത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൽ നിങ്ങൾ ഇന്റേൺഷിപ്പിലൊക്കെ ചെയ്യുള്ളൂ. നിർബന്ധമായി നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകേണ്ടതുണ്ട്. കോഴ്സിന്റെ ഭാഗമായിട്ടല്ല കേട്ടോ. കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നിർബന്ധമേ അല്ല. പക്ഷെ ഈ പണി നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യട്ടെ. ഏത് മേഖലയിലും ഒരു പ്രായോഗിക പരിശീലനം ലഭ്യമാണ്. അത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു 2 മാസത്തെയോ 3 മാസത്തെയോ ഒക്കെ ഒരു ഇന്റേൺഷിപ്പ് ഒരു ഹോസ്പിറ്റലിൽ എടുക്കുക. ഇന്റേൺഷിപ്പ് എടുത്താലും ഉള്ള 2-3 ഗുണങ്ങളുണ്ട്. ഇന്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഇന്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതോടുകൂടി പിന്നെ നിങ്ങൾ ഫ്രഷർ അല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. യു ഹാവ് ആൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തേത് നിങ്ങൾ ഇന്റേൺഷിപ്പിന് ചെന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ടൈം പങ്ക്ച്വാലിറ്റി, വർക്ക് സ്റ്റൈൽ, ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് ഒരു വേക്കൻസി നിങ്ങൾക്ക് ലഭിച്ചേക്കാം, അവിടെ ഒരു പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ആ വേക്കൻസി വരുന്ന സമയത്തുള്ള ഒരു പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പൊ അങ്ങനെ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് രാവിലെ എന്റെ ഒരു കുട്ടിയെ കോണ്ടാക്ട് ചെയ്തു. ആ കുട്ടി എക്സാം എഴുതിയിട്ടില്ല, ആ കുട്ടിക്ക് ജോലി കിട്ടി. അഫ്ല MM എന്നാണ് പേര്. അപ്പൊ എക്സാം അടുത്ത കാശിനൊപ്പം എഴുതാൻ സമയം വേണമെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, സാറേ എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ ജോലി കിട്ടി. ആ കുട്ടിക്ക് 14,000 രൂപയാണ് സാലറി. 14,000 സാലറി, 14,000 രൂപ സാലറിക്ക് വീടിനടുത്ത് തന്നെ ജോലി കിട്ടി സാർ. അപ്പൊ അതുകൊണ്ട് ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടിട്ട് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ചില ആളുകൾ ഇന്റേൺഷിപ്പിൽ കയറും. അങ്ങനെ ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊരു ഓഫർ ലെറ്റർ കൊടുക്കും ഹോസ്പിറ്റലുകാർക്ക്. അങ്ങനെ ആദ്യം പോകണമെന്നുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ നിങ്ങളുടെ PROയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ ഇന്റേൺഷിപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പോകണം. ഇന്റേൺഷിപ്പിൽ പോയാൽ മാത്രമാണ് ഈ വർക്ക് സ്റ്റൈലിൽ നിങ്ങൾക്ക് പഠിക്കാനായി പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. സമയമില്ല, 2 മണിക്കൂറായി അല്ലെ, 12:30ആയി. ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എല്ലാ മാസത്തിലും നിങ്ങളുടെ ഫീസിന്റെ കാര്യം, ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ നമുക്കുണ്ട്. നമ്മുടെ പേയ്മെന്റ് സെക്ഷനാണ്. പേയ്മെന്റ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കും, ഒരൊറ്റ തവണയെ വിളിക്കൂ. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതി നിങ്ങൾക്ക് ഒരു പിക് ഡേറ്റ് ഉണ്ടാവും. ആ പിക് ഡേറ്റിനുള്ളിലാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടത്. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ നിശ്ചയമായും അടച്ചിരിക്കണം. ഓക്കെ, നിശ്ചയമായും നിങ്ങൾ അടച്ചിരിക്കണം. എന്താന്ന് വെച്ചാല് നിങ്ങൾ തരുന്ന, നമ്മൾ കൊള്ള ലാഭം എടുത്തിട്ടല്ല ഈ കോഴ്സ് ചെയ്യുന്നത്. വളരെ നാമമാത്രമായിട്ടുള്ള ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് മത്സരിച്ചുകൊണ്ടാണ്, അവരെല്ലാവരും അഗ്രസീവായിട്ട് നമ്മുടെ നേരെ വരിക. അപ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്മാറാതെ സോഷ്യൽ കമ്മിറ്റ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുടേതായിട്ടുള്ള ഒരു ഭാഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നിലകൊള്ളുന്നത്. മറ്റവരെ പോലെ തന്നെ നമുക്കും വലിയ ഫീസ് ഈടാക്കിയാൽ നമുക്കും കുറെ കുട്ടികളെ കിട്ടുന്നേ. പക്ഷെ ഞങ്ങളത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതും ഞങ്ങൾ പഠിപ്പിക്കുന്നതും. ഇനിയും നമ്മൾ അത് ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ തരുന്ന ചെറിയ ഫീസ്, മാസം അടക്കുന്ന ആ ചെറിയ ഫീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകളെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്ക് 5 ഓഫീസുകളുണ്ട്, 100 ചില്ലാനും വരുന്ന 100 above സ്റ്റാഫ് ഉണ്ട്. പേയ്മെന്റ് സെക്ഷൻ, ടെക്നിക്കൽ സെക്ഷൻ, ടീച്ചേഴ്സ്, അക്കൗണ്ടിംഗ് സെക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, പ്രിന്റിംഗ് സ്റ്റേഷനറി, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് ഒരുപാട് ജീവനക്കാരുണ്ട്. 5 ഓഫീസുകളുണ്ട്. അതിന്റെയൊക്കെ വാടക കൊടുക്കണം, സോഫ്റ്റ്വെയറുകളുടെ വാടക കൊടുക്കണം. 6-7 വണ്ടി അങ്ങാടി ഇങ്ങനെയൊക്കെ ഓടുന്നുണ്ട്, അതിന്റെ പെട്രോൾ അടിക്കണം. ഇതെല്ലാം ചെയ്യുന്നത് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം, ഞങ്ങളുടെ നാമമാത്രമായിട്ടുള്ള വരുമാനം അതെടുക്കണം. ഇതെല്ലാം
കഴിയുന്നത് നിങ്ങൾ തരുന്ന ചെറിയ ഫീസ്. അപ്പോ അത് ആ പറയുന്ന നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങൾ ആ സമയത്തുള്ള അടച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടി അവരിടും. ഒരു മെസ്സേജ് ഇടും. ആ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ അടച്ചില്ല എങ്കിൽ പിന്നെ തുടരെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്, ഏതെങ്കിലും ദുരിതങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പലതരത്തിലുള്ള അവസ്ഥകൾ വരാം, ഇല്ലേ? ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുകയോ മറുപടി നൽകാതിരിക്കുകയോ ചെയ്യരുത്. പകരം നിങ്ങൾ ഫോൺ എടുത്തിട്ട് പറയുക, എനിക്ക് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ മാസത്തെ ഫീസ് ഇത്രാം തീയതിക്ക് അടക്കാം. നമ്മൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ മറുപടി തരാതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ ഫീസ് അടച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഒരാളെ പോലും ഞങ്ങൾ പുറത്താക്കാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ ഓർമ്മ ഫീസ് അടച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരാളെയും പുറത്താക്കൂല. പക്ഷെ മാസം പരമാവധി ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോൺ അക്കാദമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയാണ്. ഒരു 2 സെക്കൻഡ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വരാം. സംശയങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, ശരി, തിരിച്ചു വരാം. ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടിയാണ്. കുറെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ സംശയങ്ങൾക്ക് ആദ്യം മറുപടി പറയാണ്. എന്റെ നമ്പർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. എന്റെ നമ്പർ 9235 700 ഞാൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. രാത്രി ഒരു 10-11 മണി വരെയും ആ ഫോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളിപ്പോ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സംശയം അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സംശയം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PROയോട്, നിങ്ങളുടെ അക്ഷരത്തെ PROയോടാണ് ചോദിക്കേണ്ടത്. അതല്ലെങ്കിൽ പേയ്മെന്റ് സെക്ഷനാണ് ചോദിക്കേണ്ടത്. വേറെ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള മറുപടി കിട്ടുകയില്ല. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ നമ്പറോടാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. എന്റെ പേര് ജയദേവ്. ആദ്യത്തെ ചോദ്യം മുതൽ നമ്മൾ തുടങ്ങാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സംശയം വന്നിട്ടുള്ളത് സംശയങ്ങൾ എമിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സംശയങ്ങള് ഗൂഗിൾ ക്ലാസ്സും ഗൂഗിൾ മീറ്റ് സംശയങ്ങൾ എന്തൊക്കെ ചോദിച്ചിരുന്നല്ലോ നിങ്ങളില്ലേ? കാണുന്നില്ലല്ലോ. യെസ് സാർ, ഞാൻ +2 പാസ്സാണ്, ഡിഗ്രി എടുത്തിട്ടില്ല, പഠിക്കാൻ ചെയ്യും. അഡ്മിഷൻ എടുത്തത് PG ഡിപ്ലോമയ്ക്കാണ്. യെസ്,
നല്ല ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സെപ്ഷൻ കേസിനെ കുറിച്ച് പറഞ്ഞില്ല. എക്സെപ്ഷൻ കേസിനെ കുറിച്ച് ഡിഗ്രിയുടെ ഡിപ്ലോമയുടെ അടിസ്ഥാന യോഗ്യത +2 ആണ്. ഡിപ്ലോമയുടെ അടിസ്ഥാന യോഗ്യത +2 ആണ്. PGയുടെ അടിസ്ഥാന യോഗ്യത ഡിഗ്രിയുമാണ്. ഓക്കെ, പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ PG ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം, അനുവാദം ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ആ പോയിന്റ് വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പോയിന്റ്. എങ്ങനെയാണ് +2 കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഡിഗ്രി ചെയ്യാതെ PG ചെയ്യാൻ സാധിക്കുന്നത്? അതാണ് സംശയം. അതിനൊരു വാല്യൂ ഉണ്ടാകുമോ, വിലയുണ്ടാവോ? അതാണ് സംശയം. നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഒരു കോഴ്സ് അക്കാദമിക് കോഴ്സുകൾ, രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകൾ. അക്കാദമിക് കോഴ്സുകളാണ് BA, BSc, BCom, BBA, MBA, MA, MSc, MCom, M.Ed, B.Ed. ഇതെല്ലാം അക്കാദമിക് കോഴ്സുകളാണ്. സ്കിൽ കോഴ്സുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, DTP, HR മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഒപ്റ്റോളജിസ്റ്റ്. അങ്ങനെ ഈ കോഴ്സുകളെല്ലാം എന്താണ്? സ്കിൽ കോഴ്സുകളാണ്. അപ്പൊ അക്കാദമിക് കോഴ്സുകളുണ്ട്, സ്കിൽ കോഴ്സുകളുണ്ട്. അക്കാദമിക് കോഴ്സുകളിൽ ഡിഗ്രി എടുക്കാതെ PG എടുക്കാൻ സാധ്യമല്ല. MA ചെയ്യണം. MA ചെയ്യണമെന്നുണ്ടെങ്കിൽ BAയോ BScയോ BComോ ചെയ്യണം. MSc ചെയ്യണമെന്നുണ്ടെങ്കിൽ BSc ചെയ്യണം. MCom എടുക്കണമെന്നുണ്ടെങ്കിൽ BAയോ BComോ ചെയ്യണം. മനസ്സിലായി? ഡിഗ്രി ഇല്ലാതെ PG എടുക്കാൻ അക്കാദമിക് കോഴ്സുകളിൽ സാധ്യമല്ല. എന്നാൽ സ്കിൽ കോഴ്സുകളിൽ ഡിഗ്രി അത്യാവശ്യമില്ല. ഇപ്പോൾ ലാറ്ററൽ എൻട്രി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് +2 ഉള്ള ആളുകൾക്ക് എക്സാം ഫീസിനകത്ത് ഒരു 2000 രൂപയോ മറ്റോ 2000 രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് PGയിലേക്ക് ലാറ്ററൽ എൻട്രി എടുക്കാവുന്നതാണ്. +2 അടിസ്ഥാന യോഗ്യതയുള്ള ആൾക്ക് PG ചെയ്യാനായി സാധിക്കും. DCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. DCA ചെയ്യുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സോ +2ഓ ആണ്. ഓക്കെ, +2 കഴിഞ്ഞ അതേ ആളുകൾക്ക് തന്നെ DCAയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ PGDCA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ കോഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് ചെയ്യാവുന്നതാണ്. അതെന്താ കാരണം? അതൊരു സ്കിൽ കോഴ്സാണ്. സ്കിൽ കോഴ്സ് ആയതുകൊണ്ടാണ് +2ഓ തത്തുല്യ യോഗ്യതയോ ഉള്ള ആളുകൾക്കും എക്സാം ഫീസിനകത്ത് 2000 രൂപ ലാറ്ററൽ എൻട്രി ഫീ അടച്ചുകൊണ്ട് PG കോഴ്സോട്ട് കൺവെർട്ട് ചെയ്യാനായി സാധിക്കുന്നതാണ്. ക്ലിയർ? അബ്ദുൽ സുമേഷ് ക്ലിയർ ആണല്ലോ? PG കോഴ്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. PG കോഴ്സിനും ഡിപ്ലോമ കോഴ്സും ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഡിപ്ലോമയിലേക്കാണോ ചേരേണ്ടത്? ഇല്ല, അബ്ദുൽ സുമേഷിന് PGയിലേക്ക് ചേരാം. സാർ ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ കൊണ്ടുതരുമോ? വീട്ടിൽ കൊണ്ടുപോയി തരും. പോസ്റ്റ്മാനാണ് കൊണ്ടുപോയി തരുന്നത്, ഞങ്ങളെല്ലാം കൊണ്ടുപോയി തരുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് വേണ്ട ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളെ നമ്മുടെ സെക്ഷനിൽ നിന്ന്, പ്രിന്റിംഗ് സെക്ഷനിൽ നിന്ന് വിളിക്കും. അപ്പൊ അവരോട് പറഞ്ഞാൽ അവര് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും, പോസ്റ്റ്മാൻ കൊണ്ടുപോയി തരും. ഓക്കെ, അംബിൾസുമേഷന് ഡിഗ്രി വേണ്ട, ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനും PGക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഷെമീനൊക്കെ ചെയ്യാൻ സാധിക്കും. അഞ്ജന ഗംഗാധരൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാണ് PG 4 months സ്റ്റാർട്ട് ചെയ്യുക. യെസ്, ഡിപ്ലോമ കഴിഞ്ഞാണ് PG സ്റ്റാർട്ട് ചെയ്യുക. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് STC കാനഡ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഞാൻ ഡിപ്ലോമ ആണ് ജോയിൻ ചെയ്തത്, എനിക്ക് ഡിഗ്രി ഉണ്ട്, PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. ആരാണ്? സലീഹ സുബൈ. PGക്ക് ജോയിൻ ചെയ്യാനായി സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഡിപ്ലോമയാണ് പറഞ്ഞതെങ്കിലും ഈ 6 മാസക്കാലത്തിനുള്ളിൽ എപ്പോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മതി ടീച്ചർമാരോ, അല്ലെങ്കിൽ ഓഫീസിൽ പേയ്മെന്റ് സെക്ഷനിൽ വിളിച്ചിട്ട് പറയും. ടെക്സ്റ്റ് ബുക്കിന് ഇതുവരെ വിളിച്ചിട്ടില്ല സാർ. വിളിക്കും, നിശ്ചയമായും വിളിക്കും. ടെക്സ്റ്റ് ബുക്ക് ഫണ്ട് അടച്ചു, ടെക്സ്റ്റ് ബുക്ക് പോസ്റ്റ് വഴി കിട്ടി, വീട്ടിൽ കിട്ടി, സന്തോഷം. സാർ +2
പഠിച്ചവർക്കും PG പഠിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്റ്റ് എന്ത് കിട്ടും? ടെക്സ്റ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും. ഓക്കെ, സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആണോ? അത് ഞാൻ പറഞ്ഞു. ഓക്കെ, PSC രജിസ്റ്റർ ചെയ്യാൻ പറ്റും? നല്ല ചോദ്യം. ചിത്രം ആരെങ്കിലും ഒരാൾ പറയാമോ? PSC രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് പറയാമോ ആരെങ്കിലും? അയ്യോ, നിങ്ങളാരും കഞ്ഞി കുടിച്ചിട്ടില്ലേ? ഒരു വായ തുറന്ന് പറയുന്നേ. കമോൺ, ഒരു വായ തുറന്ന് പറഞ്ഞേ. ഒരാള് പോലും മിണ്ടുന്നില്ലല്ലോ. PSCക്ക് അപേക്ഷിക്കാൻ പറ്റുമോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ച്? പറ്റുമോ? കമോൺ കമോൺ, ആരും മിണ്ടുന്നില്ല. പറ്റുന്നാണ് ഇല്ലെന്നാണ്? കൈ തമ്പിട്ടുണ്ടാവില്ല. അതിലൊന്ന് പറഞ്ഞേടാ കേക്കട്ടെ. അതിലാ കമോൺ. രശ്മിരാജും തമ്പടിച്ചിട്ടുണ്ട്. പറ്റുന്നോ ഇല്ലെന്നോ? പറ്റുമോ? യെസ് ഓർ നോ? ആദില കിഷോർ തമ്പടിച്ചു. പറ്റും, പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തത് ആദിത്യ തമ്പടിച്ചു. പറ്റും. ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ. ഓക്കെ റൈറ്റ്, ഞാൻ പറയാതെ. PSCക്ക് ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. ഹൃദയം തകർക്കുന്ന മറുപടിയാണ് അല്ലേ? എന്തുകൊണ്ട് സാധ്യമല്ല? സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് വായ തുറന്ന് എല്ലാവരും. കമോൺ കമോൺ, നമ്മൾ ക്ലാസ് സംസാരിക്കാൻ പോവാണെന്ന്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒരാളൊന്നും മിണ്ടുന്നില്ലല്ലോ. സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ PSCക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം? എന്താ നിങ്ങൾക്ക് തോന്നിയത്? സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ? പറയും. കമോൺ, ആരും ഒന്നും പറയുന്നില്ല. സോ ഞാൻ നിർത്തി പോയണ്ട. ഈ തമ്പടിച്ച ആൾക്കാർക്കൊന്നും പറഞ്ഞേ. ഞാൻ പറയാം, ഒരാൾക്ക് കിട്ടുന്നില്ല. അത് സമയം കളയാനില്ല, ഞാൻ തന്നെ പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ. PSC എന്ന് പറയുന്നത് കേരളത്തിനകത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക്, സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക സംവിധാനം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലേക്ക് ഉള്ള ഒരു കോഴ്സാണ്. ആ കോഴ്സ് കൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലും അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അവര് താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ. ഓക്കെ, എന്തുകൊണ്ടാണ് PSC അപ്രൂവ്ഡ് അല്ല എന്ന് പറയാൻ കാരണം? അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണോ? നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല. ഈ മേഖലകൾക്ക് ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ MBA പ്രോഗ്രാം ഉണ്ട്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് BBA ഉണ്ട്, MBA ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഉയർന്ന രൂപമാണ് അത്. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന 3 വർഷത്തെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോഴ്സാണ് UGC അപ്രൂവ്. ആ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്ക് PSC വഴി ജോലി കിട്ടും, അവർക്കും കിട്ടൂല. എന്താ കാരണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അടിസ്ഥാന യോഗ്യതയാക്കിക്കൊണ്ട് PSC ഒരു തസ്തികയിലേക്കും വേക്കൻസികളിലേക്ക് കോൺഫോർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് PSC വഴി ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി കിട്ടാത്തത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് ഇങ്ങനെ അല്ല. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന യോഗ്യത അടിസ്ഥാന യോഗ്യതയായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തസ്തികയുമില്ല.
അപ്പൊ അങ്ങനെ ഒരു തസ്തിക നിജപ്പെടുത്താത്തോളം കാലത്തോളം PSC വഴി ഈ കോഴ്സ് ഇതിലേക്ക് വിളിക്കോ, കോൾ ഫോർ ചെയ്യോ? കോൾ ഫോർ ചെയ്യില്ല. അതുകൊണ്ടാണ് അത്, കേട്ടോ. അല്ലാതെ കോഴ്സിന്റെ പ്രശ്നമോ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നമോ അല്ല. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ നേടിയാലോ അത് വെച്ചിട്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു തസ്തികയിലേക്ക് വിളിക്കുന്നില്ലാണ്. ഗവൺമെന്റ് അങ്ങനെ ഒരു അടിസ്ഥാന യോഗ്യത നിശ്ചയിക്കാത്തടത്തോളം കാലം PSC അപ്രൂവ് ചെയ്ത് കോഴ്സ് ചെയ്യില്ല. അതുകൊണ്ടാണ് അത്, കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പറഞ്ഞു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തത് മൈക്ക് വാസ് റിയാക്റ്റഡ് ബൈ ഹോസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ റൈറ്റ്. എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാം എങ്കിൽ PSC എന്താ ഞാൻ പറയാട്ടോ. ഞാൻ ആ മൈക്കിന്റെ കാര്യം ടെക്നിക്കൽ സെക്ഷനിൽ ഒരു സെക്കൻഡ്. അതായത് ഇപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കിയേ. ശരി ശരി ശരി. ഓക്കെ. അപ്പൊ ചിത്രയുടെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി കൂടി പറയാം. എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാം എങ്കിൽ PSCക്ക് എന്താ പ്രശ്നം? അതൊരു ചോദ്യമാണ്, ഞാൻ പറയാം കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ഗവൺമെന്റ് അംഗീകരിച്ച അല്ലെങ്കിൽ ഗവൺമെന്റ് അടിസ്ഥാന യോഗ്യതയായി അംഗീകരിച്ച ഒരു വേക്കൻസി ആകണമെന്നില്ല. പിന്നെ എന്തിനാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര്? ഫെമിന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സംതിങ് നോയ്സ്. ഓക്കെ. ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ വയസ്സായ സമയത്ത് എന്തെങ്കിലും സ്ഥിരമായ ജോലി ലഭിച്ചേക്കാം. താൽക്കാലികമായ ജോലികളാണ്, താൽക്കാലികമായിട്ടുള്ള ടെമ്പററി വേക്കൻസികളിലോട്ടാണ് പൊതുവെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ജോലിക്കാരെ വിടുന്നത്. ഓക്കെ. അപ്പോ ഗവൺമെന്റ് ആശുപത്രികളിലോ വേറെ ഏതെങ്കിലും ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസികൾ വന്നാൽ ആ വേക്കൻസികളുടെ അടിസ്ഥാന യോഗ്യതയായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടാവുകയേയില്ല. എന്നാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഒരു അധിക യോഗ്യതയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു എൻട്രി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണന നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ അത് ഉചിതമാണ്. അതുകൊണ്ടാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വേക്കൻസിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ഇഷ്യൂകളുടെ കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് ആശുപത്രികളിലോട്ടൊക്കെ ഒരുപാട് തസ്തികകളോട്ട് ഇങ്ങനെ ടെമ്പററി ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ടെമ്പററി ആയിട്ട് വിളിക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഇത് കാണുമ്പോൾ അതൊരു അധിക യോഗ്യതയായി പരിഗണിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു മുൻഗണന കിട്ടും. ഓക്കെ റൈറ്റ്. അടുത്ത ചോദ്യം എന്താണ്? മൈക്ക് ഓൺ ആവുന്നില്ല. ക്ലിയർ. അപ്പോ കമന്റ് ബോക്സിലുള്ള സംശയങ്ങളൊക്കെ മറുപടി പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓറലായിട്ട് പറയാം. ഒരു സംശയം പോകുന്നല്ലോ. അറബ് കൺട്രീസ് സർട്ടിഫിക്കറ്റ് ഷുവർ ഒരുപാട് പേരുണ്ട്. വിദേശങ്ങളിൽ ജോലി നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റ് UAE-യുടെ അറ്റസ്റ്റേഷൻ കിട്ടുന്നതാണോ? ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. UAE അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് RSPC സർട്ടിഫിക്കറ്റ്. സൗദിയുടെയും പിന്നെ നമ്മുടെ റാസൽ ഖൈമ സ്ഥലം, സോറി പേര് വിട്ടു, സൗദി അപ്പോസ്റ്റ് അറ്റസ്റ്റേഷൻ ഉണ്ട്. അതെല്ലാം കിട്ടുന്നതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. റൈറ്റ്. അടുത്തത് പറയും. കോഴ്സ് ബുക്കിന് വേണ്ടി ഫീസ് അടക്കാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എന്റെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിൽ നമ്മുടെ പ്രിന്റിംഗ് സെഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ്. ഓക്കെ. ബഹറിൻ. യെസ്, ബഹ്റൈനിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം നിങ്ങളോട്. നിങ്ങൾ പിന്നെ ലൈവ് ക്ലാസ് കാണാൻ സമയമില്ലാത്ത ആളുകളാണ് പല.
ഒരുപാട് പേര്. റെക്കോർഡ് ക്ലാസ് കാണാൻ സമയം ഇല്ലാത്തവരുമുണ്ടാവും. റെക്കോർഡ് ക്ലാസ് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നിട്ടുള്ളത്. റെക്കോർഡ് ക്ലാസ് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ പലരും ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. ആ റെക്കോർഡ് ക്ലാസ് കാണാനും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിചാരിച്ച പോലെയുള്ള അല്ല കാര്യങ്ങൾ. 2 മണിക്കൂറാണ് ഡെയിലി റെക്കോർഡ് ക്ലാസ്. ഈ റെക്കോർഡ് ക്ലാസ് കണ്ടിരിക്കുക എന്ന് പറയുന്നത് മഹാബോറ് പരിപാടിയാണ്. മോഹൻലാലിന്റെ പുലിമുരുകനൊന്നുമല്ല നമ്മൾ കാണുന്നത്. ഈ 2 മണിക്കൂർ ഇത് കണ്ടിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ബോറ് പരിപാടിയാണ്. അപ്പൊ എന്ത് ചെയ്യും? സമയം കിട്ടാത്ത ആളുകള്, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെ എക്സാമിന് വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരാത്ത ഒരു സൗകര്യം ഞങ്ങൾ തരുന്നുണ്ട്. അതെന്താണെന്നറിയോ? മോക്ക് ടെസ്റ്റ് എന്ന് പറയും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ മോക്ക് ടെസ്റ്റുകൾ കിട്ടും. എന്താണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയാമോ ആരെങ്കിലും? കമോൺ കമോൺ. മോക്ക് ടെസ്റ്റ് എന്താണ്? സാർ ഇന്റേൺഷിപ്പിന് പോയാൽ ഉടനെ കിട്ടാൻ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നു എന്നതിന്റെ പ്രൂഫ് ഒന്നും വേണം. ഞാൻ പറയാം. ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതെ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടുതരും. നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റ്. അത് നമ്മുടെ മെയിൻ എക്സാമിന്റെ മോഡൽ തന്നെയായിരിക്കും. ഒരു ചോദ്യം ഉണ്ടാവും, 4 ഉത്തരം ഉണ്ടാവും. ആ 4 ഉത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം തെറ്റാണെങ്കിൽ അത് റെഡ് കളറിൽ കാണിക്കും. എന്നിട്ട് ശരിയായ ഉത്തരം പച്ച കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗുണമെന്ന് അറിയോ? നിങ്ങൾ വായിക്കാതെ തന്നെ അത് പഠിക്കും. വായിക്കാതെ തന്നെ പഠിക്കും. പുലിമുരുകനിൽ മുരുകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി, കലാഭവൻ മണി, സുരാജ് വെഞ്ഞാറമൂട്, മോഹൻലാൽ. ഏതാണ് ആൻസർ? പറഞ്ഞേ. അപ്പോൾ എന്താ കാരണം? പുലിമുരുകൻ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അടുത്ത ചോദ്യം കേട്ടോട്ടോ. അടുത്ത ചോദ്യം, ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? എ ഐസക് ന്യൂട്ടൻ, ബി കാൾ യുങ്, ബി സി സിഗ്മണ്ട് ഫ്രോയിഡ്, 4 പൗലോ ഫ്രയർ. ആരാണ്? മറ്റത് പുലിമുരുകൻ നിങ്ങൾ എല്ലാവരും കണ്ടതിന്റെ പേര് മോഹൻലാലിന്റെ വേഗം പറഞ്ഞു. ഇതിന് ഉത്തരം പറ, കേക്കട്ടെ. ആധുനിക വിദ്യാഭ്യാസ ചിന്തകനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അല്ല, സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ആധുനിക വിദ്യാഭ്യാസ ചിന്തയുടെ ആരെന്നറിയോ? പൗലോ ഫ്രയർ. ഐസക് ന്യൂട്ടനല്ല കേട്ടോ, പൗലോ ഫ്രയർ ആണ്. പൗലോ ഫ്രയർ. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം തെറ്റില്ലേ? അപ്പോ നിങ്ങൾ ഐസക് ന്യൂട്ടനോ പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ കാണിക്കുമ്പോഴേ അത് റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. മനസ്സിലായി? എന്നിട്ട് പിന്നെയോ പൗലോ ഫ്രയർ എന്ന് പറഞ്ഞാൽ പച്ച കളറിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ തലയിൽ നിൽക്കും. ചില കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ചില കാര്യങ്ങൾ കേട്ടാൽ ഓർമ്മ വരും. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ 2-3 തവണ ഇങ്ങനെ അതുകൂടെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അത് പഠിച്ചു പോകും. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, മെയിൻ എക്സാമിന് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ഒരു ഗൈഡ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ ഗൈഡ് മാത്രം പഠിച്ചാൽ മതി. റെക്കോർഡ് ക്ലാസ് കണ്ടില്ലെങ്കിലും ലൈവ് ക്ലാസ് കണ്ടില്ലെങ്കിലും ആ ഗൈഡ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉജ്ജ്വലമായ വിജയം നേടാം. കാരണം 100% മാർക്കിന്റെ ചോദ്യങ്ങളും വരാൻ പോകുന്നത് ആ ഗൈഡിൽ നിന്ന് മാത്രമായിരിക്കും. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം? അപ്പോ സമയം മക്കൾക്ക് പച്ചക്കറിയുടെ ഒപ്പം മുട്ടയും കൂടി ഇട്ട് കുഴച്ചിട്ട് നമ്മൾ അവരുടെ വയറിട്ട് ചുരുങ്ങണ്ടില്ല. അതുപോലെ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ ഫീഡിംഗ് ആണ് ഗൈഡ് എന്ന് പറയുന്നത്. ആ ഗൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് സാധിക്കും. 100% മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ.
ആ ഗൈഡിന് 500 550 ആണ് വില എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതും വേണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഗൈഡ് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗൈഡ് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന വരും. അപ്പോ ഗൈഡ് പഠിക്കുന്നതിനൊപ്പം പരീക്ഷയ്ക്ക് ജയിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്റർവ്യൂവിൽ ജയിക്കേണ്ടത്. അപ്പോ ഗൈഡ് പഠിച്ചതിന് ശേഷം എങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കണ്ട് ആഴത്തിലുള്ള അറിവുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടേണ്ടതാണ്. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം, സാർ ഇന്റേൺഷിപ്പിന് പോയാൽ ഉടനെ കിട്ടാൻ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നു എന്നതിന്റെ പ്രൂഫ് ഒന്നും വേണ്ടേ? വേണം. ഞാൻ പറഞ്ഞല്ലോ, കോഴ്സ് തീരുന്നതിന് മുമ്പാണ് നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതെങ്കിൽ ഒരു ഓഫർ ലെറ്റർ കൊടുക്കണം. ആ ഓഫർ ലെറ്റർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു തരുന്നതാണ്. ആ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് കയറാനായി സാധിക്കുകയുള്ളൂ. കോഴ്സ് തീരുന്നതിന് മുമ്പ്. കോഴ്സ് തീർന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് മതിയാകും ഇന്റേൺഷിപ്പിന് കയറാനായിട്ട്. ഓക്കെ, ആ ഓഫർ ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ 50 രൂപ നിങ്ങൾ ഫീസ് അടക്കണം. 50 രൂപ, വെറും 50 രൂപ ഫീസ് അടച്ചാലാണ് നിങ്ങൾക്ക് ആ ഓഫർ ലെറ്റർ കിട്ടുക. വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി നിങ്ങളുടെ പേയ്മെന്റ് സെക്ഷനിലുള്ള PR ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ? എക്സാം ഓൺലൈനാണ്, പൂർണ്ണമായും ഓൺലൈനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ തൊഴിലിടത്തിൽ ഇരുന്ന് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, എക്സാം ഓൺലൈൻ ആണെങ്കിലും നമ്മുടെ ഇൻവിജിലേറ്റർമാരെ കൂടാതെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇൻവിജിലേറ്റർമാരായിരിക്കും മെയിൻ എക്സാം നടത്തുക. ആ മെയിൻ എക്സാമിനകത്ത് തെറ്റായിട്ടുള്ള എന്തെങ്കിലും രീതികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ വെറുതെ ഗൈഡ് തുറന്നു വെച്ചിട്ട് ഒരു എക്സാം എഴുതാം എന്ന് വിചാരിച്ചാൽ അത് നടപടിയാവൂല കേട്ടോ മക്കളെ. ഓർമ്മയിൽ ഇപ്പോഴേ വെക്കുക. നിങ്ങളുടെ ഐ കോണ്ടാക്ട്, നിങ്ങളുടെ ദൃഷ്ടിയിലെ മിഴിയേറിയൂലേ, ആ മിഴിയേറിയിൽ നോട്ടത്തിൽ എന്തെങ്കിലും വശപ്പശകൾ കണ്ടാൽ, നിങ്ങളുടെ മാനറിസത്തിൽ എന്തെങ്കിലും വശപ്പശകൾ കണ്ടാൽ നിങ്ങളുടെ എക്സാം റദ്ദ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഓൺലൈനിലാണ് ചെയ്യുന്നതെങ്കിലും ഒരു അന്തസ്സായിട്ട് എക്സാം എഴുതുക കേട്ടോ. എക്സാം കഴിഞ്ഞ് റിസൾട്ട് പീരീഡ് എങ്ങനെയാണ്? എക്സാം കഴിഞ്ഞ് ഒരു 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഏകദേശം ഒരു 4 5 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ്. കോൺവെക്കേഷൻ നടത്തണ്ടേ? നിങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങളുടെ സ്വപ്നം നേടിയെടുത്തതാണ് അല്ലേ? വലിയ കോട്ടയ്ക്കെടുത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിങ്ങൾ നേടിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയം, നിങ്ങൾ വിജയകിരീടം അണിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നിങ്ങളൊന്ന് മനസ്സിലോർത്തു നോക്കൂ. ഉജ്ജ്വലമായിട്ടുള്ള ഒരു ദിവസം. നമ്മളിൽ പല കാലത്തും ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത് കോൺവെക്കേഷൻ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു തലമുറപ്പെട്ട ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ അങ്ങനെ കോൺവെക്കേഷൻ പങ്കെടുക്കാനുള്ള ഒരു വലിയ അവസരമാണ്. നമുക്ക് കോൺവെക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് രാത്രി പൂത്തിരി കമ്പിത്തിരി മെത്തപ്പൂ മേളം ഒക്കെ ആയിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു ഗ്രാൻഡ് സെറിമണി ആയിട്ടായിരിക്കും നമ്മുടെ കോൺവെക്കേഷൻസ് നടക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, സ്മാർട്ട് സേജു കൺസൾട്ടൻസി. നിങ്ങൾ എല്ലാവരും കയറിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിനകത്ത് നമ്മുടെ നമ്മുടെ എല്ലാ ന്യൂസുകളും അതിനകത്താണ് വരുന്നത്. അപ്പോ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്തേക്കണം. എന്റെ നമ്പർ 9235700300. ഒരിക്കൽ കൂടി പറയാണ്, അതെല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം. കാരണം ആ നമ്പറിൽ നിന്നായിരിക്കും നമ്മുടെ ബ്രോഡ്ബാൻഡ് മെസ്സേജസ് വരുന്നത്. അപ്പോ എന്റെ നമ്പർ നിങ്ങളും സേവ് ചെയ്യുകയും നിങ്ങളുടെ നമ്പർ ഞാനും സേവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബ്രോഡ്ബാൻഡ് മെസ്സേജസ് കിട്ടുകയുള്ളൂ. എന്റെ ആ നമ്പറിൽ നിങ്ങളുടെ എല്ലാവരും നമ്പർ സേവ് ആയിരിക്കും. ഓക്കെ, അപ്പോ അത് ബ്രോഡ്ബാൻഡ് മെസ്സേജസ് കിട്ടണമെങ്കിൽ ആ നമ്പർ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളിൽ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളില്ല? ഓക്കെ, റൈറ്റ്. അപ്പോ നമുക്ക് അങ്ങനെ ക്ലാസ് അവസാനിപ്പിക്കാൻ 1 മണിയായി, 2.5 മണിക്കൂറായി നിങ്ങൾ ക്ലാസ് കയറിയിട്ട്. അപ്പോ ഉജ്ജ്വലമായിട്ടുള്ള നല്ല ഒരു വിജയം നേടാനായിട്ട് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓണത്തിന്റെ വൈബൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഇനി നമുക്ക് പഠനത്തിലേക്ക്
തുടരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു, ബൈ ബൈ, ടാറ്റ. Thank you, sir. Thank you, sir.